രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കസ്റ്റഡി അപേക്ഷ എന്തിന് പരിഗണിക്കണം എന്നുള്ളതാണ് പ്രതിഭാഗം ചോദിക്കുന്നത്. പ്രതി നിയമസഭാ അംഗമാണ്. പ്രതിയുടെ മൊബൈൽ പിടിച്ചെടുത്തിട്ടുണ്ട്. മുൻ കേസുകളിൽ ജാമ്യം നേടിയിരുന്നു. അതിന്റെ പകയാണ് പോലീസ് തീർക്കുന്നത്. മതിയായ സമയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കസ്റ്റഡിയെ എതിർക്കുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകർ ഇപ്പോൾ കോടതിയെ അറിയിക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തെ അതിജീവിതയുടെ വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ 7 ദിവസം കസ്റ്റഡി ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിക്കുന്നു. ഇനി ഒന്നും വീണ്ടെടുക്കാനില്ല എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിടേണ്ട എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ. അതായത് പ്രതിഭാഗം നേരത്തെ കസ്റ്റഡി അപേക്ഷ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പ്രോസിക്യൂഷൻ സമർപ്പിച്ചപ്പോൾ കുറച്ചു കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു പ്രതിഭാഗം. ആ വാദങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്, ഓടി ഒളിക്കാൻ കഴിയില്ല. പിന്നെ മതിയായ സമയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ. പിന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ വിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം ചോദിക്കുന്ന കാര്യം. ഇനി പ്രതിയിൽ നിന്ന്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒന്നും വീണ്ടെടുക്കാനില്ല, എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തെ പരാതിക്കാരി, മൂന്നാമത്തെ അതിജീവിതയുടെ വൈദ്യ പരിശോധന. നമുക്കറിയാം, മൂന്നാമത്തെ പരാതിക്കാരി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. വിദേശത്തുള്ളതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആ മൂന്നാമത്തെ അതിജീവിതയുടെ വൈദ്യ പരിശോധന പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് തന്നെ ചട്ടവിരുദ്ധമാണ് എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുന്നതും. ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി എന്നുള്ളത് ചെറുതാക്കി 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഇന്ന് കോടതിയിൽ പരിഗണിച്ച സമയത്ത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വിടരുതെന്ന് പ്രതിഭാഗത്തിന്റെ വാദം കേട്ടുകഴിഞ്ഞു. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ. അതായത് കുക്ക്ഡ് സ്റ്റോറി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇതെല്ലാം ഉഭയസമ്മത പ്രകാരമാണ് ബന്ധമുണ്ടായിരുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അതെല്ലാം ദുരുദ്ദേശപരമാണ്, തന്നോടുള്ള പക വീട്ടലാണ്, ഉഭയസമ്മത പ്രകാരം ഉള്ള ബന്ധമായിരുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുന്നത്. എന്തുകൊണ്ട് 3 ദിവസത്തെ കസ്റ്റഡിയിൽ? കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ 3 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന കാര്യം. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, വാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 12-15 കോടതി ചേരുകയും കേസ് ആദ്യം തന്നെ വിളിക്കുകയും ചെയ്തത്. തുടർന്ന് പ്രതിഭാഗം അഭിഭാഷകൻ തൻ്റെ വാദമുഖങ്ങൾ നിരത്തുകയാണുണ്ടത്. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുക്ക്ഡ് സ്റ്റോറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമായി പുറത്തു വന്നിട്ടുള്ളത്. അതായത് നിയമ അറസ്റ്റും അതോടൊപ്പം തന്നെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിൽ നിയമപരമായ നടപടിക്രമങ്ങളല്ല പാലിച്ചത്. ചുരുക്കത്തിൽ അറസ്റ്റും കസ്റ്റഡിയും എന്നുള്ളത് നിയമവിരുദ്ധമാണ്. അതിനാൽ തന്നെ പ്രതിയെ ഇനിയും പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിടേണ്ടതില്ല, അങ്ങനെ വിടരുത് എന്നുള്ളതാണ്